അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 19 ചൊവ്വാഴ്ച. ISROയുടെ അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 വിജയകരമായി വിക്ഷേപിച്ചു. അമേരിക്കൻ ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് GSAT-20 വിക്ഷേപിച്ചത്. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിലുള്ള സ്പേസ് കോംപ്ലക്സ് 40യിൽ നിന്ന് ഇന്ന് പുലർച്ചെ 12:01 വിക്ഷേപണം. ഉൾനാടുകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്നതിനും യാത്രാ വിമാനങ്ങളിൽ ഇന്റർനെറ്റ് നൽകുന്നതിനും GSAT-20 ഉപഗ്രഹം സഹായിക്കും. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും അതിവേഗ കണക്ടിവിറ്റി എത്തും. മുനമ്പം വിഷയത്തിൽ സുപ്രധാന നീക്കവുമായി മുസ്ലിം ലീഗ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ കൊച്ചിയിലെത്തി ലത്തീൻ സഭാ മെത്രാൻ സമിതിയുമായി കൂടിക്കാഴ്ച നടത്തി. മുനമ്പം തർക്കത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ സർക്കാർ വേഗം തീർക്കണമെന്ന് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സമവായ നീക്കവുമായാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലുമായി ചർച്ച നടത്തിയത്. മുനമ്പം സമരസമിതി പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. നിർദ്ദേശം മുഖ്യമന്ത്രി അറിയിക്കാനും ചർച്ചയിൽ തീരുമാനമായി. മുനമ്പം ഒരു നോവിൻ തീരമാകാതെ പരിഹരിക്കാൻ എല്ലാവരുടെയും ഉപേക്ഷയില്ലാത്ത പിന്തുണയുണ്ടാകുമെന്നത് തീർച്ചയാണെന്നും അതിന് മുന്നിട്ടിറങ്ങുകയെന്ന ബാധ്യത ഇനിയും വൈകാതെ സർക്കാർ ഏറ്റെടുക്കണമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുനമ്പം വിഷയത്തിൽ ലത്തീൻ മെത്രാൻ സമിതിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സർക്കാർ ഇടപെട്ട് സമ്പൂർണ്ണ പരിഹാരമുണ്ടാകണമെന്ന യോജിച്ച തീരുമാനമാണ് ചർച്ചയിൽ ഉണ്ടായതെന്നും മതമൈത്രി സംരക്ഷിക്കപ്പെടണമെന്ന അഭിലാഷം യോഗത്തിലുടനീളം എല്ലാവരും ഒറ്റക്കെട്ടായി പ്രകടിപ്പിച്ചുവെന്നും പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണം. ഇന്നലെ വൈകിട്ട് 4:00 BJPയുടെയും UDFന്റെയും LDFന്റെയും റോഡ് ഷോ ആരംഭിച്ചു. സരിന് വേണ്ടി മന്ത്രി MB രാജേഷും ജില്ലാ സെക്രട്ടറിയും, രാഹുൽ മാങ്കൂട്ടത്തിലിനു വേണ്ടി നടൻ രമേശ് പിഷാരടി, മുനവർ അലി തങ്ങൾ, സന്ദീപ് വാര്യർ, ഷാഫി പറമ്പിൽ എന്നിവർ ഉൾപ്പെടെയുള്ളവരും, C കൃഷ്ണകുമാറിന് വേണ്ടി K സുരേന്ദ്രൻ, ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളും കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകി. പരസ്യപ്രചാരണത്തിന്റെ സമയപരിധി അവസാനിച്ചതോടെ എല്ലാവരും മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര. നിശബ്ദ പ്രചാരണം മാത്രം അനുവദനീയമായ സമയപരിധിയിൽ നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്നും ഉച്ചഭാഷിണികൾ ഉപയോഗിക്കാനോ ജാഥകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കാനോ പാടില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ഈ മാസം 20 വേതനത്തോടു കൂടിയ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ എല്ലാ തൊഴിലുടമകളും തൊഴിലാളികൾക്ക് വേതനത്തോടു കൂടിയ അവധി ഉറപ്പാക്കണമെന്ന് ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീൻ അറിയിച്ചു. സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വോട്ടർമാർക്ക് അവരവരുടെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേതനത്തോടു കൂടിയ മതിയായ അവധി തൊഴിലുടമ ഉറപ്പാക്കണമെന്നും കമ്മീഷണർ അറിയിച്ചു. പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ ശരിവച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്നത് അംഗീകരിക്കില്ലെന്നും ലീഗ് ശ്രമം മതവികാരം ആളിക്കത്തിക്കാനാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് മുഖ്യമന്ത്രി സാദിഖ് അലി തങ്ങളെ വിമർശിച്ചത്. പാണക്കാട് സാദിഖ് അലി തങ്ങളെ വിമർശിക്കരുതെന്ന് എവിടെയെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ചോദിച്ചത്. പാണക്കാട് തങ്ങൾ വിമർശനാതീതനാണെന്ന് പറയാൻ ആവില്ലെന്നും ഗാന്ധിജിയെയും യേശുക്രിസ്തുവിനെയും ശ്രീരാമനെയും മോദിയെയുമെല്ലാം വിമർശിക്കുന്നില്ലേ എന്നും ജനാധിപത്യത്തിൽ എല്ലാവരും വിമർശനത്തിന് വിധേയരാവേണ്ടവരാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി ഇത്രയും കാലം സഖ്യമുണ്ടാക്കിയത് CPM ആണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ലീഗിന് വർഗീയ അജണ്ടയില്ല. വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നത് ആരാണെന്ന് ജനം തിരിച്ചറിയുന്നുണ്ട്. CPM കാലത്തിനനുസരിച്ച് നയങ്ങൾ മാറ്റുമെന്നും ലീഗിനെ വർഗീയ ശക്തികളാക്കാൻ നോക്കുന്നവർ മോശമാവുകയുള്ളൂവെന്നും സന്ദീപ് വാര്യർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. വർഗീയത പരത്താൻ ശ്രമിക്കുന്നത് ആരാണെന്ന് മുനമ്പം വിഷയത്തിൽ പോലും കണ്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
സാദിഖ് അലി ശിഹാബ് തങ്ങളെ വ്യക്തിപരമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സന്ദീപ് വാര്യർ. പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ പോയപ്പോൾ തനിക്ക് ലഭിച്ച സ്വീകരണം മുഖ്യമന്ത്രിയെ ഇങ്ങനെ വിരളി പിടിപ്പിക്കുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്നും കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന പാണക്കാട്ടെ തങ്ങളെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ ആക്ഷേപകരമായിട്ട് സംസാരിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ ഇതെന്നും ആ കുടുംബത്തെ ആക്ഷേപിക്കുന്നത് ഒരിക്കലും മലയാളികൾ അംഗീകരിക്കില്ലെന്നും സന്ദീപ് വ്യക്തമാക്കി. മതത്തെ രാഷ്ട്രീയത്തിൽ കലർത്താനും തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്താനുമുള്ള കുടിലതന്ത്രമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റേതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തെയാണ് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചുവെന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴും അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമ്പോഴും രാഷ്ട്രീയമായി കാര്യങ്ങൾ കേൾക്കുക എന്നത് ജനാധിപത്യ മര്യാദയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലീഗിനെ വിമർശിച്ച് മന്ത്രി സജി ചെറിയാൻ. മുസ്ലിം ലീഗിൽ ഒരു വിഭാഗം തീവ്ര ചിന്താഗതിക്കാരുമായി സഹകരിക്കുന്നുവെന്നും ഇതിൽ മുസ്ലിം ലീഗ് നേതൃത്വം അറിഞ്ഞോ അറിയാതെയോ വീഴുന്നു എന്നുമാണ് സജി ചെറിയാന്റെ വിമർശനം. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്നവരാണെന്നും അവരെ അകറ്റി നിർത്താൻ മുസ്ലിം ലീഗ് തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ജില്ലാ കളക്ടർമാർ നൽകിയ കരട് നിർദ്ദേശങ്ങൾ പരിശോധിച്ച് പ്രസിദ്ധീകരിക്കുന്നതിന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ യോഗം അനുമതി നൽകിയിട്ടുണ്ട്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കമ്മീഷൻ അംഗങ്ങളായ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ, കെ ബിജു എസ് ഹരികിഷോർ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറി എസ് ജോസ്ന മോൾ എന്നിവർ പങ്കെടുത്തു. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകി. അമ്മു വീണു മരിച്ച ഹോസ്റ്റലിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ഇതിനോടകം ശേഖരിച്ചിരുന്നു. ക്ലാസിൽ നിന്ന് വന്നയുടൻ കെട്ടിടത്തിന് മുകളിൽ കയറി താഴേക്ക് ചാടിയെന്നാണ് ഹോസ്റ്റൽ വാർഡനടക്കം മൊഴി നൽകിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചുട്ടിപ്പാറ കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവ് താഴെ വെട്ടിപ്പുറത്തെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ് മരിക്കുന്നത്. പമ്പയിൽ KSRTC ബസ് കത്തി നശിച്ച സംഭവത്തിൽ വിശദീകരണം തേടി ഹൈക്കോടതി. 2025 വരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുള്ള ബസ്സാണ് കത്തി നശിച്ചതെന്ന് KSRTC കോടതിയെ അറിയിച്ചു. അപകടം സംഭവിച്ചത് എങ്ങനെയെന്നത് സംബന്ധിച്ച് ഇന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. ശബരിമലയിൽ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാതെ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് തത്സമയ ഓൺലൈൻ ബുക്കിംഗ് സൌകര്യം ഒരുക്കിയതായി ദേവസ്വം ബോർഡ് അറിയിച്ചു. പമ്പയിൽ മണപ്പുറം, എരുമേലി, വണ്ടിപ്പെരിയാർ സത്രം എന്നിവിടങ്ങളിലാണ് തത്സമയ ഓൺലൈൻ ബുക്കിംഗ് സൌകര്യമുള്ളത്. ആധാർ കാർഡുമായി ഈ കേന്ദ്രങ്ങളിലെത്തിയാൽ ഫോട്ടോ ഉൾപ്പെടെയെടുത്ത് വെർച്വൽ ക്യൂവിന്റെ അതേ നടപടിക്രമങ്ങളിലൂടെ ബുക്കിംഗ് നടത്തി ഭക്തരെ കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. KSRTC ജീവനക്കാരുടെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട് TDF ഇന്നലെ നടത്തിയ സമരത്തെ തള്ളി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇന്നലെ മുതൽ ശമ്പളം കൊടുക്കുമെന്ന് TDFന് അറിയാമായിരുന്നിട്ടും സമരം നടത്തിയെന്നും ഇത് തെറ്റായിപ്പോയെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. റിമാൻഡിൽ കഴിയുന്ന കുറുവ സംഘാംഗം സന്തോഷ് സെൽവത്തിനായി പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി. ഇയാൾക്കൊപ്പം കുണ്ടന്നൂരിൽ നിന്നും പിടികൂടിയ തമിഴ്നാട് സ്വദേശി മണികണ്ഠനെ ചോദ്യം ചെയ്തു വരികയാണ്. സന്തോഷ് സെൽവത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മറ്റു പ്രതികൾക്കായി വിപുലമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് സ്പെഷ്യൽ സ്ക്വാഡ്. തൊഴിലിടങ്ങളിൽ സ്ത്രീ സൌഹൃദാന്തരീക്ഷം അനിവാര്യമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. തൊഴിലുടമകളും ബന്ധപ്പെട്ട അധികാരികളും സർക്കാർ സംവിധാനങ്ങളുമടക്കം തൊഴിലിടങ്ങൾ സ്ത്രീ സൌഹൃദമാണോ എന്ന പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് കമ്മീഷൻ മുമ്പാകെ വരുന്ന പരാതികളുടെ ആധിക്യം ബോധ്യപ്പെടുത്തുന്നതെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്റർ കൊച്ചിയിൽ. അമേരിക്ക ആസ്ഥാനമായി ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ടെക്നോളജി ദാതാക്കളായ നാഷണൽ ഓയിൽ വെൽ കമ്പനി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ കേരളത്തിൽ ആരംഭിച്ചതായി മന്ത്രി പി രാജീവാണ് അറിയിച്ചത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ.
മണിപ്പൂരിൽ സംഘർഷം തുടരുന്നതിനിടെ കൂടുതൽ കേന്ദ്രസേനയെ സംസ്ഥാനത്തേക്ക് അയച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള 5000 പേരെയാണ് കേന്ദ്രം മണിപ്പൂരിലേക്ക് അയച്ചത്. സിആർപിഎഫിൽ നിന്ന് 35 യൂണിറ്റും ബിഎസ്എഫിൽ നിന്ന് 15 യൂണിറ്റുമാണ് മണിപ്പൂരിലേക്ക് എത്തുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കാതെ കൊല്ലപ്പെട്ട 10 കുക്കി യുവാക്കളുടെ സംസ്കാരം നടത്താൻ അനുവദിക്കില്ലെന്നാണ് കുക്കി സംഘടനകളുടെ നിലപാട്. മണിപ്പൂർ പോലീസിൽ നിന്ന് 3 പ്രധാന കേസുകൾ ഏറ്റെടുത്ത് എൻഐഎ. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് 8 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 3 കുട്ടികളെയും 3 സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസ്, സിആർപിഎഫ് ക്യാമ്പിന് നേരെ നടന്ന ആക്രമണം, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരടക്കം ജനപ്രതിനിധികളുടെയും വസതികൾക്ക് നേരെ നടന്ന ആക്രമണവുമാണ് എൻഐഎയുടെ അന്വേഷണ പരിധിയിൽ ഉള്ളത്. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ വീട്ടിലും ഓഫീസുകളിലും കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിലെ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത 12.41 കോടി രൂപ കണ്ടെടുത്തുവെന്ന് ഇഡി അറിയിച്ചു. ഡിജിറ്റൽ ഉപകരണങ്ങളും നിർണായക രേഖകളും റെയ്ഡിൽ പിടിച്ചെടുത്തു. വൻതുക സമ്മാനം നേടി ടിക്കറ്റുകൾ വാങ്ങി കള്ളപ്പണം വെളുപ്പിച്ചുവെന്നും ഇത് ഖജനാവിന് കനത്ത നഷ്ടമുണ്ടാക്കിയതായും ഇഡി കണ്ടെത്തി. തമിഴ്നാട് തൂത്തുക്കുടിയിൽ പാപ്പാനെ അടക്കം 2 പേരെ ക്ഷേത്രത്തിലെ ആന ചവിട്ടിക്കൊന്നു. തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യൻ സ്വാമി ക്ഷേത്രത്തിലാണ് ദാരുണ സംഭവം ഉണ്ടായത്. പാപ്പാൻ ഉദയനും സഹായിയും ബന്ധുവുമായ ശിശുപാലനുമാണ് മരിച്ചത്. ഇഡിയുടെയും സിബിഐയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല താൻ ബിജെപിയിൽ ചേർന്നതെന്ന് മുൻ ആം ആദ്മി പാർട്ടി നേതാവ് കൈലാഷ് ഗെഹ്ലോട്ട്. ഒറ്റ രാത്രി കൊണ്ട് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയെടുത്ത തീരുമാനമല്ല ഇതെന്നും ഗെഹ്ലോട്ട് വ്യക്തമാക്കി. മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രിയും എൻസിപി നേതാവുമായ അനിൽ ദേശ്മുഖ് നാഗ്പൂരിൽ ആക്രമിക്കപ്പെട്ടു. ഇന്നലെ രാത്രി 8 മണിയോടെ നാഗ്പൂർ ജില്ലയിലെ കഡോൾ നിയമസഭാ മണ്ഡലത്തിലെ നാർഖേഡിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് മടങ്ങുമ്പോൾ അജ്ഞാതരായ ആളുകൾ അദ്ദേഹത്തിന്റെ കാറിന് നേരെ കല്ലെറിയുകയായിരുന്നു. പരിക്കേറ്റ ദേശ്മുഖിനെ ഉടൻ തന്നെ കഡോൾ സിവിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് അലക്സിസ് ആശുപത്രിയിലേക്ക് മാറ്റിയതായി പോലീസ് പറഞ്ഞു. ദേശ്മുഖിന്റെ നെറ്റിയിലാണ് കല്ലുകൊണ്ടത്. അക്രമികൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ളവരാണെന്ന് ദേശ്മുഖ് പറഞ്ഞുവെങ്കിലും ബിജെപി അത് നിഷേധിച്ചു. കുപ്രസിദ്ധ അധോലോക നേതാവ് ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൻമോൽ ബിഷ്ണോയെ യുഎസിൽ അറസ്റ്റിലായതായി റിപ്പോർട്ടുകൾ. 50-കാരനായ അൻമോൽ തിങ്കളാഴ്ച വൈകിട്ട് അറസ്റ്റിലായതായാണ് എൻഡിടിവി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ സമുദ്ര അതിർത്തിക്ക് സമീപത്തുനിന്നും പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത 7 മീൻപിടുത്തക്കാരെ സാഹസികമായി തിരികെ എത്തിച്ച് കോസ്റ്റ് ഗാർഡ്. അപകടത്തിലെന്ന് സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് കപ്പൽ തടഞ്ഞ കോസ്റ്റ് ഗാർഡ് 7 പേരെയും തീരത്തേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു. ഇന്ത്യൻ മീൻപിടുത്തക്കാരെ കസ്റ്റഡിയിലെടുത്ത പാക് മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയുടെ കപ്പൽ കോസ്റ്റ് ഗാർഡ് തടയുകയും തുടർന്ന് മത്സ്യത്തൊഴിലാളികളെ പാകിസ്ഥാൻ വിട്ടു നൽകുകയുമായിരുന്നു. സമുദ്ര അതിർത്തി ലംഘിച്ചു എന്ന് കാട്ടിയായിരുന്നു പാക് നടപടി. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ 3ാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ട്രംപ് ജൂനിയർ. അമേരിക്ക നൽകുന്ന ദീർഘദൂര മിസൈലുകൾ റഷ്യയ്ക്കെതിരെ ഉപയോഗിക്കാൻ യുക്രൈനിയൻ സൈന്യത്തിന് അനുമതി നൽകാനുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് ട്രംപ് ജൂനിയറിന്റെ പ്രതികരണം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.